മതചിന്തയെ ഭൂതകാലത്തിലും ആധുനിക യുഗത്തിലും സ്വാധീനിച്ച രണ്ട് ആശയങ്ങളായ മരണാനന്തര ജീവിതവും ജിഹാദിനെയും ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാലോ? ക്രിസ്തുവിൻ്റെ കാലത്ത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യഹൂദ ജനത വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്തിയിരുന്നു. ഉദാഹരണത്തിന്, പ്രമുഖ യഹൂദ വിഭാഗമായ സദൂക്യർ വിശ്വസിച്ചത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ലാതാകുമെന്ന്. മരണാനന്തര ജീവിതമില്ല, പുനരുദ്ധാനവുമില്ല. കാലം കടന്നുപോയപ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ കാലമായപ്പോൾ, പല യഹൂദന്മാരും ഹെലനിസ്റ്റിക് പൗരസ്ത്യ തത്വചിന്തകളാൽ സ്വാധീനിക്കപ്പെടാൻ തുടങ്ങി. അമർത്യ ആത്മാവിൻ്റെ സങ്കല്പത്തിൽ അവർ വിശ്വസിക്കാൻ തുടങ്ങി. മരണശേഷം ആത്മാവ് ഏതെങ്കിലും രൂപത്തിൽ നിലനിൽക്കുമെന്ന് ഒരു കൂട്ടരും, ചില ആത്മാക്കൾ സമാധാനപരമായി സ്വർഗത്തിലേക്ക് പോകുമെന്നും ചിലർ ഷിയോളിൽ വിശ്രമിക്കുമെന്നും മറ്റു ചിലർ അഗ്നി നരകത്തിലേക്ക് പോയി എന്ന് വിശ്വസിച്ചു. 7-ാം നൂറ്റാണ്ടോടെ മുഹമ്മദ് നബിയുടെ കാലത്ത് മിക്ക സംസ്കാരങ്ങളും മതപാരമ്പര്യങ്ങളും അമർത്യ ആത്മാവിൻ്റെ ആശയം വ്യാപകമായി അംഗീകരിച്ചിരുന്നു. ബൈബിൾ പഠിപ്പിക്കലിനു പകരം ഈ ആശയം തന്നെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗമായി. ഖുർആൻ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിക്കനുസൃതമായി ജീവിക്കുന്ന നീതിമാന്മാർ മരണശേഷം അവിടെ ആത്മാവ് ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടാകും, കണ്ണിനെ ആനന്ദിപ്പിക്കുന്നതെല്ലാം ഉണ്ടാകും, നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർക്കോ അവിടെ അവർ നിത്യമായി വസിക്കും, അവർക്കുള്ള ശിക്ഷ കുറച്ചു കൊടുക്കുകയുമില്ല, അവർക്ക് ഒട്ടും ഒഴിവ് ലഭിക്കുകയുമില്ല. ഇസ്ലാമിലെ ഒരു കേന്ദ്ര ആശയം ജിഹാദ് എന്ന ആശയമാണ്. അതിനർത്ഥം പോരാട്ടം എന്നതാണ്. പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. പല മുസ്ലിങ്ങൾക്കും ജിഹാദ് എന്നാൽ നീതിമാനായ ജീവിതം നയിക്കാനുള്ള പോരാട്ടമാണ്. പാപത്തെ ചെറുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുക. എബ്രായ വേദപുസ്തകത്തിൽ ലോകത്തെ ജയിക്കുന്ന, തിന്മകളെ അല്ലെങ്കിൽ കഷ്ടതകളെ മറികടക്കുക എന്ന ആശയം നിരവധി വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. എന്നാൽ യുദ്ധസമയത്ത് ജിഹാദിന് കൂടുതൽ തീവ്രവാദ സ്വഭാവം സ്വീകരിക്കാൻ കഴിയും. ഇസ്ലാം പ്രചരിപ്പിക്കാൻ പോരാടി ഒരാൾ മരിച്ചാൽ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇന്ന് പല മുസ്ലിങ്ങളും ഈ തീവ്രവാദ വ്യാഖ്യാനം നിരസിക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിലുടനീളം ചിലപ്പോൾ ഭരണാധികാരികളോ നേതാക്കളോ ദേശീയതയോ മതപരമായ അഭിനിവേശം ഏകീകരിക്കാൻ ഈ ആശയം ഇപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് തങ്ങൾക്ക് സ്വന്തമായി ഒരു പൂർണ്ണതയുള്ള ലോകം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ്. പ്രത്യേകിച്ച് ഷിയ വിഭാഗത്തിൽ യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന ഒരു നീതിമാന്റെയോ മഹദിയുടെയോ പ്രതീക്ഷ. ചില മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് യേശു തന്നെയായിരിക്കും ഈ മഹദി എന്ന്. മറ്റു ചിലർ മഹദിക്ക് ശേഷം യേശു തിരിച്ചു വരുമെന്നും ലോകത്ത് ന്യായം വിധിക്കുമെന്നും തെറ്റായ മതപഠിപ്പിക്കലുകൾ തിരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. മുസ്ലിങ്ങൾ യേശുവിൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് അത് നിർണായകമാകുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന യേശുവും എബ്രായ വേദപുസ്തകത്തിലെ യഥാർത്ഥ യേശു ക്രിസ്തുവും ഒന്നല്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-5 വാക്യത്തിൽ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ പലരെയും തെറ്റിക്കും. വ്യാജ ക്രിസ്തുക്കൾ പലരെയും വഞ്ചിക്കുന്നതായി തോന്നുമെന്ന് തിരുവെഴുത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്ലാം ഉൾപ്പെടെയുള്ള വിവിധ വിശ്വാസ പാരമ്പര്യങ്ങളിൽ കാണപ്പെടുന്ന അന്ത്യകാല പ്രതീക്ഷകൾ നിറവേറ്റുന്നുവെന്ന് ആരെങ്കിലും അവകാശപ്പെടാൻ സാധ്യതയുണ്ടോ? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ തിരിച്ചുവരവിനു മുമ്പ് ദശലക്ഷക്കണക്കിന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമോ?